Hello friends, welcome to SAT St. Augustine Tuition Center മടത്തുംപടി നമ്മൾ പഠിക്കാൻ പോകുന്നത് സോളിഡ് സ്റ്റേറ്റ് ക്ലാസ് 12 കെമിസ്ട്രി പാർട്ട് 12 പാക്കിംഗ് എഫിഷ്യൻസി. എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് ഫില്ഡ് ബൈ ദ പാർട്ടിക്കിൾസ്. അതായത് നമ്മളൊരു കോമ്പൗണ്ട് എടുത്തു അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ക്രിസ്റ്റൽ എടുത്തു, അതിനകത്ത് കുറച്ച് സ്പേസ് വേക്കൻ്റ് ആണ് നമുക്കറിയാം. അതായത് ടെട്രാഹെഡ്രൽ വോർഡ്സ് ഉണ്ട്, ഒക്ടാഹെഡ്രൽ വോർഡ്സ് ഉണ്ട്. 100% സ്ഥലത്ത് എത്ര ശതമാനം സ്ഥലത്താണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആറ്റങ്ങൾ ഉള്ളത്? ഫോർ എക്സാമ്പിൾ 50% വോയിഡ്, 50% ആറ്റങ്ങൾ. അപ്പോൾ പകുതി സ്ഥലവും വോയിഡായിട്ട് കിടക്കുന്നു. അപ്പോൾ നമ്മൾ 50% എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? പകുതി ആറ്റങ്ങൾ, പകുതി വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നു. 70% ആറ്റങ്ങൾ എന്ന് പറഞ്ഞാലോ 30% വേക്കൻ്റ് ആണ്. 90% എന്ന് പറഞ്ഞാലോ 10% വേക്കൻ്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് ആറ്റങ്ങൾ ഫില്ല് ചെയ്തിരിക്കുന്നത് എന്ന് പറയാനാണ് നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി ഇൻ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിലെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ നമുക്കറിയാം 4 ആറ്റങ്ങൾ. ഫസ്റ്റ് ലെയറിൽ അവരുടെ റേഡിയസ്, അവരുടെ സെൻറ്ററുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ജോമെട്രിയാണ് നമുക്ക് കിട്ടുക. ഈ ജോമെട്രിയിൽ നമുക്ക് ഇതിൻ്റെ എഡ്ജ് ലെങ്ത്തിനെ എ എന്നെടുക്കാം. ദിസ് ഈസ് എ, എഡ്ജ് ലെങ്ത് എ. ഓക്കെ, എഡ്ജ് ഈസ് ടേക്കൺ ആസ് എ. ക്ലിയർ? ആൻഡ് ദ റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നിന്ന് ഈ സെൻറ്റർ വരെയുള്ളതാണ് റേഡിയസ്. ഓക്കെ, ദാറ്റ് ഈസ് ആർ, അത് ആറാണ്. ഓക്കെ, ദിസ് ഈസ് ആർ. ദെൻ ബാലൻസ് ഇവിടുന്ന് ഇവിടം വരെ ഉള്ളതും എന്താണ്? ആർ, റേഡിയസ് തന്നെയാണ്. സോ റേഡിയസ് എത്ര എണ്ണം വന്നു? ഇപ്പോൾ ഇവിടെ 2 റേഡിയസ് വന്നു. സോ എ ഇസ് ഈക്വൽ ടു 2r. സോ അവർ എ സമം വാട്ട്? 2r. എ എന്ന് പറഞ്ഞാൽ 2r ആണ്. ഓക്കെ, അതിനകത്ത് ഇതൊരു യൂണിറ്റ് സെല്ലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്ഷൻ ഇവിടെ കാണിച്ചിട്ടുള്ളൂ എങ്കിലും ഇതിൻ്റെ ബാക്കിലേക്ക് എന്താണ് ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. അതോ ഇങ്ങനെ വരയ്ക്കാം. സോ യു വിൽ ഗെറ്റ് എ യൂണിറ്റ് സെൽ. ഇതൊരു യൂണിറ്റ് സെല്ലാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എല്ലാ വശവും എ ആണ്. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഇസ് ഈക്വൽ ടു എന്താണ്? എ ക്യൂബ്. വോളിയം എന്ന് പറഞ്ഞാൽ എ ക്യൂബ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ എത്രയാണ്? 2r ആണ്. സോ 2r ക്യൂബ്. ക്ലിയർ? ഓക്കെ, 2r ക്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8. 2 ക്യൂബ് 8r ക്യൂബ്. ദിസ് ഈസ് അവർ വോളിയം ഓഫ് ദി ക്യൂബ്. ഈ ക്യൂബിന്റെ വോളിയം അതാണ്. ഓക്കെ, ഇതിനകത്ത് ഓരോ സ്പിയറിന്റെ വോളിയം ഓഫ് ഈച്ച് പാർട്ടിക്കിൾ, ദാറ്റ് ഈസ് സ്പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4/3 πr ക്യൂബ്. നമ്മൾ സ്പിയറിന്റെ വോളിയം 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സ്പിയറിന്റെ വോളിയം ഓഫ് എ സ്പിയർ ഇസ് ഈക്വൽ ടു 4/3 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസിന്റെ ക്യൂബ്. ദിസ് ഈസ് ദ വോളിയം ഓഫ് എ സ്പിയർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നമുക്കറിയാം ഒരു സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ 8 കോർണറിൽ 1/8 ആറ്റം വെച്ച് 1/8 ഇൻറ്റു 8. ഓക്കെ, എത്ര ആറ്റം ഉള്ളൂ? ഓൺലി 1 ആറ്റം. ഓൺലി 1 ആറ്റമേ ഇതിനകത്ത് ഉള്ളൂ. ഓക്കെ, ഓൺലി 1 ആറ്റം. ആ പോയിന്റ് നമ്മുടെ മനസ്സിൽ വേണം. ഓക്കെ, ഓൺലി 1 ആറ്റം. അപ്പോൾ ഒരു ആറ്റത്തിനെ സംബന്ധിച്ച് ഒരു വോളിയം ഉണ്ടോ? ഒറ്റ വോളിയം ഉള്ളൂ. ഒരു ആറ്റത്തിന്റെ വോളിയമാണ് നമ്മൾ കാണുന്നത്. ക്ലിയർ? ഒരു ആറ്റത്തിന്റെ വോളിയം, ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ വോളിയം. അത്ര 2 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, സോ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പാക്കിംഗ് എഫിഷ്യൻസി നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോളിയം ഒക്യുപ്പൈഡ് ബൈ 1 പാർട്ടിക്കിൾ ഇൻറ്റു 100 ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. അതായത് വോളിയം ഒക്യുപ്പൈഡ് ബൈ 1 പാർട്ടിക്കിൾ. ഇവിടെ ഒരു പാർട്ടിക്കിളേ ഉള്ളൂ. ചിലപ്പോൾ 2 ഉണ്ട്. FCCയിൽ 4 ആണ്. അപ്പോൾ ഇവിടെ 4v എന്ന് എഴുതണം. ഇവിടെ ഒരു v ഉള്ളൂ. v ഡിവൈഡഡ് ബൈ എന്താണ് ഇവിടുത്തെ വോളിയം? എന്താണ്? വോളിയം ഓഫ് ദി ക്യൂബിക് അല്ലേ? വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ. ആ യൂണിറ്റ് സെല്ലിന്റെ വോളിയം അത് എത്രയാണ്? 8r ക്യൂബ്. ക്ലിയർ? സോ ദിസ് ഇക്വേഷൻ ബിക്കം വോളിയം. വാട്ട് ഈസ് ദ വോളിയം? 4/3 πr cube. So this is 4/3 πr cube.
മനസ്സിലാവുന്നുണ്ടോ? ഒരു സ്പിയർ ആണ്, ടോട്ടൽ സ്പിയർ ഒരെണ്ണം വരുള്ളൂ ഈ ഒരു യൂണിറ്റ് സെല്ലിനകത്ത്. കാരണം ഓരോ കോർണറിലും 1/8 വെച്ച്. ഇപ്പോൾ 4/3 പൈ ആർ ക്യൂബ് അതാണ് ഇവിടെ എഴുതേണ്ടത് വോളിയത്തിന്. ദെൻ ഇൻറ്റു 100 ഓക്കെ, ഡിവൈഡഡ് ബൈ ദിസ് ഈസ് 100 ഡിവൈഡഡ് ബൈ 8r ക്യൂബ്. ക്ലിയർ? ഓക്കെ, നമുക്കിത് ചെയ്യണം, സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ 4/3 പൈ ആർ ക്യൂബ്. ഇപ്പോൾ 4 പൈ ആർ ക്യൂബ് ബൈ 3 ഇൻറ്റു 100. അതായത് നമ്മളത് മുകളിൽ അങ്ങോട്ട് ചേർത്ത് എഴുതി. ഓക്കെ, ഇൻറ്റു 100 ഇൻറ്റു താഴെയുള്ളത് നമ്മൾ തിരിച്ചിട്ട് ഗുണിക്കുക. താഴെ 8r ക്യൂബ് ആണ്. അപ്പോൾ തിരിച്ചിടുമ്പോൾ 1 ഡിവൈഡ് ബൈ 8r cube. What happened is this r cube get cancelled. Clear? And the 8, 4 get cancelled. So this become 2. Okay. So you will get 100 into pi. That is 100 pi divided by 2 × 6. Clear? ഇനി നിങ്ങളുടെ പൈയുടെ വില കൊടുക്കുക. പൈയുടെ വില നിങ്ങൾ കാൽക്കുലേറ്ററിൽ കൊടുത്ത് ചെയ്യുമ്പോൾ you will get the answer. പൈയുടെ വില 3.14 ആണ്. അപ്പോൾ 100 into 3.14 divided by 6 ചെയ്യുക. You will get the answer 52.4%. അപ്പോൾ ഇതാണ് പാക്കിംഗ് എഫിഷ്യൻസി ഇൻ എന്താണ് സിമ്പിൾ cubic structure. Okay. Similarly, we can find packing efficiency in HCP and CCP structures. Let the unit cell edge length be A and the face diagonal AC is equal to B. അതാണ് നമ്മുടെ HCP and CCP സ്ട്രക്ചർ. ഇപ്പോൾ ഇവിടെ കോർണറിലെ ആറ്റം, പിന്നെന്താണ് ഫേസ് സെന്ററിലെ ആറ്റം, നെക്സ്റ്റ് കോർണറിലെ ആറ്റം, ഈ 3 ആറ്റങ്ങൾ തമ്മിൽ എന്താണ് കണക്ട് ചെയ്തിരിക്കുകയാണ്. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊരു ഫേസ് എടുത്തിട്ട് അതിന്റെ ഡയഗണലാണ് വരച്ചിരിക്കുന്നത്. ഡയഗണൽ ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്നത് കണ്ടോ? അപ്പോൾ അതിനകത്ത് ഇവിടെ 3 ആറ്റങ്ങൾ. അപ്പോൾ ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ ആർ, ഇതിന്റെ ഡയഗണലാണ്. അപ്പോൾ 2r വരും, 2r. ആൻഡ് ഇവിടെ നിന്ന് ഇവിടം വരെ ദിസ് ഈസ് r. അപ്പോൾ ടോട്ടൽ ഇതിന്റെ നീളം എന്ന് പറഞ്ഞാൽ r പ്ലസ് 2r പ്ലസ് r, ദാറ്റ് ഈസ് 4r. 4r ആണ്. ക്ലിയർ ആണോ? ഓക്കെ. സോ ഇൻ ട്രയാങ്കിൾ ABC, ഈ ട്രയാങ്കിൾ ABC, അതായത് ഈ ഒരു ട്രയാങ്കിൾ എടുത്താൽ AC സ്ക്വയർ, AC എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് AC ഡയഗണൽ. നമുക്കറിയാമോ ഈ ഇതിന്റെ ഇവിടെ എത്രയും 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി ഓപ്പോസിറ്റ് ആണ് നമ്മുടെ എന്താണ് ഹൈപ്പോട്ടിനസ് എന്ന് പറയുന്നത്. കണ്ടോ? ദാറ്റ് ഈസ് ടേക്കൺ ആസ് B. അതിനെ B എന്ന് എടുക്കാം. അപ്പോൾ AC സ്ക്വയർ എന്തായിരിക്കും? AC സ്ക്വയർ ഇസ് ഈക്വൽ ടു B സ്ക്വയർ. ഓക്കെ, നമുക്കറിയാം പൈതഗോറസ് തിയറത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കർണ സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദ സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ. ഹൈപ്പോട്ടിനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ. സോ ഹിയർ B സ്ക്വയർ ഇസ് ഈക്വൽ ടു BC. ദിസ് ഈസ് പെർപെൻഡിക്കുലർ സൈഡ്. പെർപെൻഡിക്കുലർ സ്ക്വയർ പ്ലസ് AB സ്ക്വയർ. ഓക്കെ, നമ്മുടെ എല്ലാ എഡ്ജും നമ്മൾ A ആയിട്ട് എടുത്തു. ഇത് എന്താണ്? എല്ലാ എഡ്ജും A ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? B സ്ക്വയർ കാണണം. അപ്പോൾ അതിന് A സ്ക്വയർ പ്ലസ് A സ്ക്വയർ. ദിസ് ഈസ് A ആൻഡ് ദിസ് ഈസ് A. So A സ്ക്വയർ പ്ലസ് A സ്ക്വയർ, ദാറ്റ് ഈസ് 2A സ്ക്വയർ. സോ B സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? 2A സ്ക്വയർ. Therefore B എന്തായിരിക്കും? B സമം റൂട്ട് ഓഫ് 2A സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് 2. A സ്ക്വയറിന്റെ റൂട്ട് എന്താണ്? A, റൂട്ട് 2A. ക്ലിയർ? ഓക്കെ. ഇഫ് R ഇസ് ദ റേഡിയസ് ഓഫ് ദ സ്പിയർ, സ്പിയറിന്റെ റേഡിയസ് നേരത്തെ ഞാൻ പറഞ്ഞു 6 ആണെന്ന്. സോ B സമം എന്താണ്? 4R. B സമം 4R ആണ്. അതായത് ഇവിടെ 6, ഇവിടെ നിന്ന് ഒരു 6 സെന്റർ വരും, പിന്നെ ഒരു 6, പിന്നെ ഒരു 6, അപ്പൊ 4R. 4R ഇസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആണ്? ബിക്ക് ഈക്വൽ ആണ്. സോ B സമം 4R. ഓക്കെ, ആൻഡ് B സമം ആൾസോ ഇസ് ഈക്വൽ ടു റൂട്ട് 2A. അപ്പൊ 4R ഇസ് ഈക്വൽ ടു റൂട്ട് 2A. 4R റൂട്ട് 2A ആണെങ്കിൽ A എന്തായിരിക്കും? അവിടെ നിർത്തുക, റൂട്ട് 2 താഴേക്ക് എടുക്കുക. സോ A സമം 4R ബൈ റൂട്ട് 2. കണ്ടോ? ക്ലിയർ? അതായത് ഇവിടെയുള്ള എനെ അവിടെ നിർത്തി ഈ റൂട്ട് 2നെ നമ്മൾ സമത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 4R ബൈ റൂട്ട് 2 ആയി. ക്ലിയർ? ഇനി ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4R ബൈ റൂട്ട് 2, റൂട്ട് 2 കളയാൻ വേണ്ടി താഴെ റൂട്ട് 2 കൊണ്ട് ഗുണിക്കുക, അത് തന്നെ നമ്മൾ മുകളിലും ഗുണിക്കുക. ക്ലിയർ? സോ റൂട്ട് 2 റൂട്ട് താഴെ 2 ആയി പോകും. സോ ദിസ് ബിക്കം 2. സോ ഈ 2ഉം 4ഉം വെട്ടി കഴിയുമ്പോൾ ദറ്റ് ഈസ് 2R റൂട്ട് 2 എന്ന് പറയുമ്പോൾ 2 × റൂട്ട് 2 R, 2 റൂട്ട് 2 R. ഓക്കെ,
സോ വി ഗെറ്റ് എ സമൻ 2 റൂട്ട് 2 ആർ. അങ്ങനെ ആർ എന്തായിരിക്കും? ഈ 2 റൂട്ട് 2 എയുടെ താഴേക്ക് പോവാം. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു എ ബൈ 2 റൂട്ട് 2. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ പാക്കിംഗ് എഫിഷ്യൻസി. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ഓരോ സ്പിയറിന്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ് ആണ്. അപ്പോൾ എത്ര സ്പിയർ ആണ് ടോട്ടൽ ഉള്ളത്? നമുക്കറിയാം FCC സ്ട്രക്ചറിൽ എന്താണ് 4 സ്പിയർ ആണുള്ളത്. കോർണറിലെല്ലാം കൂടി ഒരെണ്ണം, പിന്നെ എന്താണ് എല്ലാ ഫേസിലും കൂടി 3 എണ്ണം. ഓക്കെ, 3. സോ ടോട്ടൽ 4 സ്പിയർ ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ 4 സ്പിയറിന്റെ വോളിയം എന്ന് പറയുമ്പോൾ 4 × 4/3 പൈ ആർ ക്യൂബ്. ഓക്കെ, അപ്പോൾ ഒരു ക്യൂബിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ ഒരു ക്യൂബാണ് കിടക്കുന്നത്. ക്യൂബിന്റെ വോളിയം എ ക്യൂബ്. ദാറ്റ് ഈസ് എ എത്രയായിരുന്നു നേരത്തെ കണ്ടെത്തിയത്? 2 റൂട്ട് 2 ആർ ഹോൾ ക്യൂബ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇതിന്റെ ഒരു വശം എ, അപ്പോൾ അതിന്റെ ക്യൂബ് ആണ് നമ്മൾ താഴെ എഴുതേണ്ടത്. നേരത്തെ നമ്മളൊരു പ്രോബ്ലം കണ്ടതാണ്. പിന്നെ ടോട്ടൽ വോളിയം. ഓക്കെ, സോ പാക്കിംഗ് എഫിഷ്യൻസി is equal to volume occupied by 4 spheres in the unit cell into 100 divided by total volume of the unit cell. ഓക്കെ, സോ 4 എണ്ണം ഉണ്ട്. 4 × 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ ഒരു വശം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 2 റൂട്ട് 2 ആർ ആണ്. എന്താണ് ഒരു വശം? 2 റൂട്ട് 2 ആർ. എ സമം 2 റൂട്ട് 2 ആർ ആണ് കണ്ടെത്തിയത്. സോ 2 റൂട്ട് 2 ആർ ക്യൂബ് താഴെ എഴുതാം. എ ക്യൂബ് ആണ് വോളിയം അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ അത് താഴെ എഴുതാം. അപ്പോൾ അത് താഴെ എഴുതിയത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ 4 × 4 16/3 പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ 2 × ക്യൂബ് 8 റൂട്ട് 2 × ക്യൂബ് 2 റൂട്ട് 2. അപ്പോൾ 8 × 2 16 റൂട്ട് 2 ആർ × ക്യൂബ് ആർ ക്യൂബ് വെട്ടിപ്പോവും. സോ ഹിയർ ആർ ക്യൂബ് ആൻഡ് ആർ ക്യൂബ് ഗെറ്റ് ക്യാൻസൽ. ദെൻ നിങ്ങൾ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 74%. നേരത്തെ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് ആണ്. അതായത് 74% സ്ഥലങ്ങളിലും ആറ്റങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ബാക്കി വെറും എത്രയാണ്? 26% സ്ഥലങ്ങളിൽ മാത്രമാണ് സ്പേസ് ഉള്ളത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ആറ്റങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ്? സ്പിയറിന്റെ ടോട്ടൽ എത്ര സ്പിയർ ആണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ടോട്ടൽ വോളിയം മുകളിൽ എഴുതണം. ഓക്കെ, ടോട്ടൽ 4 ആറ്റങ്ങളാണ് ഉള്ളത്. 4 സ്പിയർ ആയിട്ട് എടുക്കുക. അതിന്റെ വോളിയം എഴുതുക ഡിവൈഡഡ് ബൈ ഈ ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം. ഒരു യൂണിറ്റ് സെല്ല് ഇവിടെ ഒരു വശം 2 റൂട്ട് 2 ആർ ആണ് നമ്മൾ കണ്ടെത്തി. അപ്പോൾ അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ക്യൂബിക് ഷേപ്പ് ആണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. സോ 2 റൂട്ട് 2 ആർ ക്യൂബ് നമ്മൾ താഴെ എഴുതുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 74%. ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു.